കോഴിക്കോട്ടേക്ക് പോകുന്നു. അല്പം ആശങ്കയുള്ള വാർത്തയാണ്, ജാഗ്രത മതി. കോഴിക്കോട് കൊമ്മേരി കുടിവെള്ള പദ്ധതിയിലെ വെള്ളത്തിൽ ഈ കോളി ഫോം ബാക്ടീരിയ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചതിന് പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് ഈ കോളിഫോം ബാക്ടീരിയ കണ്ടെത്തിയത്. ജനകീയ കമ്മിറ്റിയുടെ കീഴിലാണ് കുടിവെള്ള പദ്ധതി പ്രവർത്തിക്കുന്നത്. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം അടിയന്തര യോഗം വിളിച്ചു. കൊമ്മേരിയിൽ നിന്ന് സിനോയ് തോമസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സിനോയ് തോമസ്, ഈ കുടിവെള്ള പദ്ധതിയിലാണ് ഇപ്പോൾ ഈ ബാക്ടീരിയ കണ്ടെത്തിയിരിക്കുന്നത്. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. എത്രമാത്രം ആശങ്കാജനകമാണ് ഈ കോളിഫോം ബാക്ടീരിയ കണ്ടെത്തിയത്? അരുൺകുമാർ, ഈ മഞ്ഞപ്പിത്തം എവിടെ നിന്ന് പടരുന്നു എന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് കുടിവെള്ള സ്രോതസ്സിൽ സാമ്പിൾ എടുത്ത് പരിശോധിച്ചത്. ആ സമയത്താണ് ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് ഈ കൊമ്മേരി ഡിവിഷനിലെ എരവത്ത് കുന്നിലാണ്. അതായത് കോഴിക്കോട് കോർപ്പറേഷനിൽ ഏറ്റവും വലിയൊരു കുന്നും പ്രദേശമാണ്. ഇവിടെ 300-ലധികം വീടുകളുണ്ട്. ഈ വീടുകൾക്ക് കിണറുകളില്ല, പൈപ്പ് വെള്ളം മാത്രമാണ് ആശ്രയം. അങ്ങനെ പൈപ്പ് വെള്ളം മാത്രം ആശ്രയിച്ച് കഴിയുന്ന വീട്ടുകാരാണ് ഇപ്പോൾ ദുരിതത്തിലായിരിക്കുന്നത്. നാട്ടുകാരോട് തന്നെ നമുക്ക് ചോദിക്കും, ചേട്ടാ എത്ര പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചു? ഇവിടെ ഒരു 30 ആൾക്കാർക്ക് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഏരിയയിൽ മൊത്തം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്താണ് പറയുന്നത്, അവരിപ്പോൾ വീട്ടിലാണ്. അനിയൻ്റെ ഭാര്യയ്ക്കാണ് ഇപ്പോൾ ഇന്നലെ വാർത്തയിൽ ചാനലൊക്കെ വന്നിട്ട് സീരിയസ് അത് എൻ്റെ വീട്ടിലാണ്. അനിയൻ്റെ ഭാര്യയ്ക്കാണ് ഇപ്പോൾ സംഭവിച്ചത്. പിന്നെ ഭാര്യ, 2 മക്കൾ, അനിയൻ്റെ മോള്, അങ്ങനെ ഒരുവിധ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് വീട്ടിൽ നിന്നാണ്. അപ്പോൾ അവിടുന്ന് റിസൾട്ട് ചെയ്തപ്പോഴാണ് മഞ്ഞപ്പിത്തത്തിൻ്റെ ഇത് സ്ഥിരീകരിച്ചത്. അപ്പോൾ അവളുടെ കരൾ മാറ്റ ശസ്ത്രക്രിയ ചെയ്യണം പറഞ്ഞിട്ട് ഒരിത് വന്നിക്കണം. ആരോഗ്യ ആരെങ്കിലും വരുമോ പരിശോധിക്കുകയെല്ലാം ചെയ്തു? അവിടെ ഇവർ മാത്രം വന്നിട്ടുണ്ട്. ഇവിടെ ഹെൽത്തിൻ്റെ ഒരു അഡ്മിറ്റ് ആയ സമയത്ത് അവർ വന്ന് വീട്ടിലെല്ലാവരും വന്നിട്ട് അവരെ അന്വേഷിച്ചാണ് വന്നത്. അവർ മാത്രം വീട്ടിലെത്തിയിട്ട് കൊടുക്കും. ഞങ്ങൾ ഫുള്ള് 10 ദിവസമായിട്ട് ഹോസ്പിറ്റലായിട്ട് കളിക്കുകയാണല്ലോ. എവിടെ വെള്ളം എടുക്കുന്നത്? എവിടുന്ന ഈ ടാങ്കിലേക്ക് വെള്ളം വരുന്നത്? എവിടുന്ന? ടാങ്കിൻ്റെ നമ്മുടെ കുന്നിൻ്റെ മുകളിലാണ് ടാങ്ക്. 2 ഭാഗത്താണ് അടിക്കുന്നത്. ഒന്ന് ഋഷിപുരം അമ്പലത്തിൻ്റെ ഒരു കിണറുണ്ട്, ഒന്ന് ആമാട്ടുപറമ്പിൽ ഒരു കിണറുണ്ട്. ഈ 2 കിണറിനും ഈ കുന്നിൻ്റെ മുകളിലേക്ക് വെള്ളം അടിച്ച് കയറ്റിയിട്ടാണ് അവിടെ നിന്നാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ വെള്ളമാണ് ഞങ്ങൾ ഇവിടെ വെള്ളം ഇല്ലാത്ത കാലത്ത് എന്ന സംരംഭം വന്നത്. അപ്പോൾ ആ ജനകീയ കുടിവെള്ള പദ്ധതി അല്ലേ? അത് ജനകീയ കുടിവെള്ള പദ്ധതിയാണ്. അപ്പോൾ ഈ വെള്ളമാണ് ഞങ്ങൾ ഉപയോഗിച്ചത്. പിന്നെ ഈ അടുത്ത കാലത്താണ് ഇപ്പോൾ ഈ ജപ്പാൻ്റെ ഇത് വന്നത്. പക്ഷെ ഞങ്ങൾ ആദ്യമേ ഈ ഉപയോഗിക്കുന്ന ഈ വെള്ളം അതിനെക്കൊണ്ട് എല്ലാവരും വീട്ടിലും എന്താണ് കുടിക്കാനും എല്ലാ ഭക്ഷണ കാര്യങ്ങൾക്കൊക്കെ ഈ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? വെള്ളം ഇനി അങ്ങനെ ഉപയോഗിക്കണമല്ലോ നിർദ്ദേശം തന്നിട്ടുണ്ടോ? ഇല്ല. ചേട്ടൻ കുറേ കാലം ഇതിൻ്റെ ഓപ്പറേറ്റർ ആയിരുന്നല്ലോ. ഈ സാധാരണ ഈ മഴക്കാലത്തിന് മുൻപ് ക്ലോറിനേഷൻ ചെയ്യാറുണ്ട്. അങ്ങനെ ഇത്തവണ ചെയ്തിട്ടുണ്ടോ? കൊല്ലത്ത് ഈ വർഷം ചെയ്തിട്ടുണ്ടോ? 3 വർഷമായി ചെയ്തിട്ട് 3 വർഷമായി ചെയ്തിട്ട് ഞാൻ നിൽക്കുന്ന അവസരത്തിൽ ഓരോ കൊല്ലത്തിൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ കമ്മിറ്റി മാറിയതിന് ശേഷം പോലി ചെയ്തിപ്പോൾ 3 കൊല്ലത്തിൽ മേലെയായി. ഇല്ല ചെയ്തില്ല. ചെളിയും ഈ വരുന്ന ചെളികളൊക്കെ അടിച്ചു കയറ്റുമോ? ചെളികളൊക്കെ ഉണ്ട്. ഫുള്ള് പായലും ടാങ്കിൽ പോയാൽ കാണാം. ഫുള്ള് പായലും. ടാങ്ക് നമ്മൾ പോകാൻ നോക്കി അപ്പോൾ കേട്ടിട്ട് പൂട്ടിയൊക്കെ അവിടെ. അതാണ് ആർക്കും കയറി നോക്കാനുള്ള ഒരു അവസ്ഥ ഇല്ല. ഒന്ന് കാണാൻ വേണ്ടിട്ട് എന്താ അവസ്ഥ എന്ന് കാണേണ്ടത് ഒന്ന് അതിന് കഴിയില്ല. നമ്മൾ പണ്ട് കണ്ട ഓർമ്മയാണ്, കുറെ കാലം മുന്നേ പോയിട്ട് കണ്ടതാ. ഇപ്പൊ എന്താ അറിയില്ല. അപ്പൊ സ്ഥിതി ഇന്നാൾ പോയി നോക്കിയപ്പോഴാണ് 4 കാട് മൂടി ചളി, പാമ്പിന്റെ തോലൊക്കെ ഉണ്ട് അതിന്റെ മുകളിൽ. അരുൺകുമാർ, ഗുരുതരമായ ആരോപണങ്ങളാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഏതായാലും 12 മണിക്ക് കോർപ്പറേഷൻ യോഗം വിളിച്ചിട്ടുണ്ട്, ജനകീയ സമിതി വിളിച്ചിട്ടുണ്ട്. ഇത് വാട്ടർ അതോറിറ്റി കീഴിലുള്ളതല്ല, നാട്ടുകാരുടെ ജനകീയ സമിതി. എത്ര പേർ അവിടെ നിന്ന് വെള്ളം ഉപയോഗിക്കുന്നുണ്ടാവും? ഏകദേശം എത്ര കുടുംബങ്ങളിലേക്കുള്ള വെള്ളമാണ് ഈ കുടിവെള്ള പദ്ധതിയിലൂടെ വിതരണം ചെയ്യപ്പെടുക? ഇത് ഇത്രയും അനാഥമായി അനാസ്ഥയോടുകൂടി പരിപാലിച്ചത് എന്തുകൊണ്ടായിരിക്കും സുജിത്? സിനോജ്, എത്ര വീട്ടുകാർ ഉപയോഗിക്കുന്നുണ്ട്? 320 ആളുകളുണ്ട്. എത്രയാണ്? 265 വീട്ടുകാർ. 265 വീട്ടുകാർ ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് ഈ ക്ലോറിനേഷൻ 300 മുകളിൽ ആളുകൾ ഉപയോഗിക്കുന്ന വാട്ടർ ടാങ്കാണ്. എന്നിട്ട് ക്ലോറിനേഷൻ നടത്താത്ത കാര്യം എന്താണെന്ന് ആരും അന്വേഷിച്ചില്ലേ? എന്നാ അറിഞ്ഞില്ല. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇപ്പോഴാണ് നോക്കുന്നത്. ഞങ്ങൾ പണ്ട് 20 വർഷം മുന്നേ വന്ന പദ്ധതിയാണിത്. അന്നത്തെ ഓർമ്മയാണ് ഞങ്ങളതിൽ ഈ കിണറും ഇതൊക്കെ. പിന്നെ അങ്ങോട്ട് പോയി നോക്കേണ്ട ആവശ്യമില്ല. കമ്മിറ്റി നടത്തിപ്പാണ്. കമ്മിറ്റി കാലങ്ങളായിട്ട് മാറും. എങ്ങനെയാണ് കമ്മിറ്റി കാലങ്ങളായിട്ട് ചേഞ്ച് ചെയ്യുന്നല്ലേ? കമ്മിറ്റി ഈ പ്രാവശ്യം മാറ്റിയില്ല. ഇല്ല, അതിനെയാണ് അവർക്കാണ് ഏട്ടനാണ് ഇതായിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഇനിയിപ്പോൾ കമ്മിറ്റിക്കൊന്ന് ഇതാക്കിയിട്ട് രൂക്ഷമായി ഇതായിട്ട് പ്രശ്നങ്ങളായിട്ട് ഒന്ന് മാറി കിട്ടി ഇതായി ചിന്തിക്കണം. ഇത് ഇപ്പോൾ വന്നത് ഒരു ഏരിയയിലേക്ക് മാത്രമാണ് ഈ മഞ്ഞപ്പിത്തം പറഞ്ഞത്. ഇത് എന്തായി കൊറോണ വന്നാൽ ഇതിലെത്തി ഇവിടെ. ഇപ്പം അതിലാണ് നിൽക്കുന്നത്. കോർപ്പറേഷന് ബന്ധമില്ലേ ഈ പദ്ധതിയായിട്ട്? ഇല്ല, കോർപ്പറേഷന് ബന്ധമില്ല. നാട്ടുകാരുടെ മാത്രം ജനകീയ പദ്ധതി എന്നറിയാം. അരുൺകുമാർ, അതായത് നാട്ടുകാർ ഒരുമിച്ച് 20 വർഷം മുൻപ് തുടങ്ങിയ ഒരു പദ്ധതിയാണ്. നാട്ടുകാരാണ്
കമ്മിറ്റി രൂപീകരിച്ച ഈ പദ്ധതിയുടെ മേൽനോട്ട ചുമതല വഹിക്കുന്നത്. ഇടയ്ക്ക് കമ്മിറ്റി മാറും. അവിടെ ഹെൽത്ത് കഴിഞ്ഞ 3 വർഷമായിട്ട് ഒരു കോർപ്പറേഷൻ കമ്മിറ്റിയാണ്. കൗൺസിലറും ഒക്കെ അതൊക്കെ പരിശോധിക്കേണ്ടതായിരുന്നു. കോർപ്പറേഷന്റെ നേരിട്ടുള്ള പരിധിയിൽ തന്നെയാണെങ്കിലും കോർപ്പറേഷന്റെ നിയന്ത്രണത്തിലല്ല ആ കുടിവെള്ള പദ്ധതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും സുനിൽ തോമസ് ആശങ്കയുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ്. തീർച്ചയായിട്ടും കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗം അടിയന്തരമായിട്ട് യോഗം വിളിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ ഈ വിഷയത്തിൽ ഉടൻ പരിഹാരം കണ്ടെത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വേണ്ടത്ര ക്ലോറിനേഷൻ വേണം. ആ ഭാഗത്തുള്ളവർ ആ വെള്ളം ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കുകയും വേണം. ഈ പ്രശ്നം പരിഹരിക്കുന്നതുവരെ നിങ്ങൾ മറ്റ് കുടിവെള്ള പദ്ധതികളിൽ നിന്നോ മറ്റു കുടിവെള്ളമോ നിങ്ങൾ ഉപയോഗിക്കുകയും വേണം.